നോർത്തിലേക്ക് ട്രിപ്പ് പ്ലാൻ ചെയ്യുന്ന ഏതൊരാളുടെയും ആദ്യ ഡെസ്റ്റിനേഷൻ ഡൽഹി ആയിരിക്കും. ഡൽഹിയിലെത്തിയാൽ നിങ്ങൾക്ക് മിസ് ചെയ്യാൻ പാടില്ലാത്ത ഒന്നാണ് കുത്തബ് മിനാർ. കേരളത്തിൽ നിന്ന് വരുന്ന വലിയ ശതമാനം ആളുകളും എത്തിച്ചേരുന്നത് ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷനിലായിരിക്കും. നിസാമുദ്ദീൻ സ്റ്റേഷനിലെത്തിയാൽ നിങ്ങൾക്ക് ഇവിടെ നിന്ന് 40 രൂപ കൊടുത്താൽ ഡൽഹി മെട്രോ വഴി കുത്തബ് മിനാർ കാണാൻ പറ്റും. ഡൽഹിയിലെത്തുന്നവർക്ക് ഏറ്റവും യൂസ്ഫുൾ ആയതും എന്നാൽ കുറച്ച് ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നതാണ് ഡൽഹി മെട്രോ. കാരണം കൊച്ചി മെട്രോയ്ക്ക് അപേക്ഷിച്ച് ഡൽഹി മെട്രോ 10 വിവിധ കളറുകളിലാണ് ഉള്ളത്. 256 സ്റ്റേഷനുകളും 350ഓളം കിലോമീറ്ററുകളും ഡൽഹി മെട്രോ കവർ ചെയ്യുന്നു. ഈ ഒരു വിശാലതയാണ് തുടക്കക്കാർക്കിടയിൽ ഡൽഹി മെട്രോ ആശയക്കുഴപ്പം സൃഷ്ടിക്കുന്നത്. ഹസ്രത്ത് നിസാമുദ്ദീൻ സ്റ്റേഷൻ വരുന്നത് പിങ്ക് ലൈൻ സെക്ഷനിലാണ്. ഹസ്രത്ത് നിസാമുദ്ദീനിൽ നിന്ന് പിങ്ക് ലൈൻ മെട്രോയിൽ കയറിയ ശേഷം മജ്ലിസ് ഭാഗത്തേക്കാണ് ആദ്യം നമ്മൾ പോകേണ്ടത്. INA എന്ന സ്റ്റേഷനിലെത്തിയാൽ ആദ്യം നമ്മൾ അവിടെ ഇറങ്ങണം. INA എന്ന സ്റ്റേഷനിൽ എത്തുന്നതിനെ തുടർന്ന് പ്ലാറ്റ്ഫോം മാറിയിട്ട് ഹുദ സിറ്റി ഭാഗത്തേക്ക് പോകുന്ന യെല്ലോ ലൈൻ മെട്രോയിലാണ് നിങ്ങൾ കയറേണ്ടത്. നിങ്ങൾ ഈ വീഡിയോയിൽ കാണും പോലെ പിങ്ക് നിറത്തിലുള്ള കാലടയാളം ഫോളോ ചെയ്താൽ പിങ്ക് ലൈനിലേക്കും ഇനി മറ്റേതെങ്കിലും നിറമാണെങ്കിൽ ആ ലൈനിലേക്കും നിങ്ങൾക്ക് എത്തിച്ചേരാൻ പറ്റും. ഡൽഹി വിമാനത്താവളം കുത്തബ് മിനാറിൻ്റെ പരിസരത്തായതിനാൽ കുത്തബ് മിനാറിൻ്റെ മുകളിലൂടെ നിശ്ചിത ഇടവേളകളിൽ വിമാനം പോകുന്നത് നിങ്ങൾക്ക് ക്യാമറയിൽ പകർത്താൻ പറ്റുന്നതാണ്. കുത്തബ് മിനാർ സന്ദർശിച്ചാൽ തിരികെ മെട്രോയിൽ തന്നെ നിങ്ങൾക്ക് ഡൽഹിയിലെ പ്രധാന സ്ഥലങ്ങളായ കാശ്മീരി ഗേറ്റ്, ഇന്ത്യ ഗേറ്റ്, സരോജിനി മാർക്കറ്റ്, കരോൾ ബാഗ് തുടങ്ങിയ സ്ഥലങ്ങളിലേക്ക് പോകാൻ പറ്റും. ഇതിൽ കാശ്മീരി ഗേറ്റാണ് ഇന്ത്യയിലെ മറ്റ് സംസ്ഥാനങ്ങളിലേക്ക് പോകുന്ന പ്രധാന ബസ് സ്റ്റേഷൻ. ഡൽഹിയിൽ തന്നെ സ്റ്റേ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെങ്കിൽ സിഖ് മത വിശ്വാസികളുടെ ആരാധനാലയമായ വിവിധ ഗുരുദ്വാരകളിൽ നിങ്ങൾക്ക് താമസം, ഭക്ഷണം എന്നിവ സൗജന്യമായി ലഭിക്കുന്നതാണ്. അത്തരത്തിലൊന്നാണ് ചാന്ദിനി ചൗക്കിനടുത്തുള്ള ശീസ്ഗഞ്ച് സാഹിബ് ഗുരുദ്വാര. ഏതായാലും ഡൽഹിയിൽ വരുന്നവർ ശ്രദ്ധിക്കേണ്ട മറ്റൊരു കാര്യമാണ് നിങ്ങളുടെ കൈവശമുള്ള മൊബൈൽ ഫോൺ, പേഴ്സ്, വാച്ച് തുടങ്ങിയ വിലപിടിപ്പുള്ള സാധനങ്ങൾ സംരക്ഷിക്കുക എന്നത്. കൂടാതെ നിങ്ങളുടെ കയ്യിലുള്ള ട്രാവൽ ബാഗോ, ഹാൻഡ് ബാഗ് ഏത് തരം ബാഗായാലും അത് പുറകുവശത്തിടാതെ മുൻവശത്തേക്ക് നീട്ടിയിടുന്ന രീതിയാണ് ഡൽഹിയിൽ കണ്ടുവരുന്നത്. ഈ വീഡിയോ ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക. ഇതുപോലെയുള്ള വീഡിയോകൾക്ക് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക.